ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പം ഓൾറെഡി നിങ്ങൾ തംബ്നെയിൽ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലക്കി എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് വീണ്ടും 2 കുരു, അതിനെ ഓർത്ത് ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടായി രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് നാഗർകോവിലോട്ടാണ്. അവിടെ കളക്ടറേറ്റിൻ്റെ ഓപ്പോസിറ്റ് ടോണി ആൻഡ് ഗൈ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എൻ്റെ മുടി ഒന്ന് സെറ്റ് ആക്കണമെന്ന്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നെനിക്ക് പണ്ട് തൊട്ടേ അറിയില്ല. ഞങ്ങളുടെ നാട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നാഗർകോവിൽ വേണ്ട, കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഫുള്ള് പറയുകയാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു നാട് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല ഭംഗി, എങ്ങോട്ട് നോക്കിയാലും മല, വയൽ, പച്ചപ്പും ഹരിതാപയൊക്കെ തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ എനിക്ക് നല്ല സ്ട്രെയിറ്റനായിട്ട്, എന്നാൽ സ്ട്രെയിറ്റൻ ചെയ്ത മുടിയല്ല കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തു ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ നാച്ചുറൽ മുടി അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇപ്പോഴാണല്ലോ നമുക്ക് കുറച്ച് വിവരമൊക്കെ ഉണ്ടായത്. അപ്പോൾ അന്ന് എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുടി എന്താ ചെയ്യണോ എങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടായിയാണ് ഇതേപോലെ ടോണി ആൻഡ് ഗൈ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ തന്നെ ഓഫറായിരുന്നു കേട്ടോ. അപ്പോൾ ടോണി ആൻഡ് ഗൈയുടെ താഴെ തന്നെ നമുക്ക് ഇവിടെ വാച്ചിൻ്റെ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളൊരു വാച്ച് റിപ്പയർ അല്ല, ഒരു വാച്ചിൻ്റെ ഇതിനകത്താണെങ്കിൽ കുറച്ച് ക്ലീൻ അപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വലിയ പിടിയില്ലാത്ത മേഖലയാണല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ പ്രൊഫഷണലായിട്ട് എന്താ ചെയ്യണ്ടേ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം. അപ്പോൾ അവരൊരു ഫുള്ള് കൺസൾട്ടേഷൻ പോലെ നമ്മുടെ മുടി ചെക്ക് ചെയ്തിട്ട് എന്തോ വേണം. ഇത് പുള്ളിക്കാരൻ്റെ പേര് പ്രവീൺ എന്നാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് ചില ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മുടി ഇങ്ങനെ വേണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അപ്പോൾ അത് എൻ്റെ മുടിക്ക് ഇങ്ങനെ ഒരുപാട് ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് വേണ്ട. ലൈക്ക് സ്ട്രെയിറ്റനിങ് ചെയ്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴോട്ട് സ്ട്രെയിറ്റ് മേലോട്ട് ചുരുണ്ടിരിക്കും. അപ്പോൾ എനിക്കത് വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരു സൈഡ് ഇങ്ങനെ ചരിച്ച് ഓപ്പൺ ഹെയർ ആയിട്ട് ഇടാൻ പറ്റണം. ബട്ട് അത് എന്നാൽ എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൗൺസി ഫ്രിസി ടൈപ്പ് ഓഫ് ഹെയറാണ്. അപ്പോൾ അതെനിക്ക് ഇടാൻ എത്ര കട്ട് ചെയ്താലും പറ്റത്തില്ല. അപ്പം ഞാൻ പണ്ട് എന്നിട്ട് ഈ ആഗ്രഹത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഞാൻ സിന്ധാനിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ഹെയർ, പക്ഷേ അത് ഒരിക്കലും സെറ്റ് ആവത്തില്ല. കാരണം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൗൺസി പോലെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ. അപ്പോൾ അത് ആ ഹെയർ സ്റ്റൈൽ ചേരത്തില്ല. അപ്പോൾ ഞാനത് പുള്ളിക്കാരനോട് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെയാണ് വേണ്ടുന്നത്, ബട്ട് അത് നാച്ചുറൽ ലുക്കായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളിക്കാരനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ബോട്ടോക്സ് ചെയ്താൽ മതി, ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് ലെയർ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് തന്നെ അവരുടെ അഭിപ്രായം. എനിക്ക് അറിഞ്ഞൂടെ ഇത് ബോട്ടോക്സ് ചെയ്താൽ എന്താകും, എങ്ങനെയാവും, ഐ ഡോണ്ട് നോ. ഞാൻ പുള്ളിക്കാരനെ അങ്ങ് ട്രസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ അവർ ഹെയർ വാഷ് ചെയ്യുമല്ലോ. ഹെയർ വാഷ് ചെയ്ത് അതിൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, അതെല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബോട്ടോക്സിനുള്ള ഉണക്കിയതിന് ശേഷം ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഇവർ കഴുകും, ഉണക്കും, സ്ട്രൈറ്റ്, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ തന്നെ താമസിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ചേട്ടായിക്കാണെങ്കിൽ ആക്ച്വലി ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ രണ്ടുപേരും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര ടൈം ഇവിടെ ആവുമെന്നുള്ള പിടിയൊന്നും നമുക്കില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ 2 hours 3 hours സംതിങ് ലൈക്ക് ദാറ്റ് ആവുമെന്നുള്ള ഇത് അവർ പറഞ്ഞായിരുന്നു. പക്ഷേ അത് ചെയ്തൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു 4 hour ഒക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹെയറൊക്കെ ആണെങ്കിൽ അവരൊന്ന് കഴുകി അതൊന്ന് സെറ്റാക്കി അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്യാണ് കേട്ടോ. ചേട്ടായിയാണ് വീഡിയോ എടുത്തു തരുന്നത്. ചേട്ടായിക്ക് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് ഇതേപോലത്തെ ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ച് തരുന്നത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടാ അടുത്ത് ചോദിക്കുക, ഈ ഇത്രയും നേരം ഇങ്ങനെ ആകുമ്പോൾ ബോറടിക്കില്ല. പറഞ്ഞാൽ ഇല്ലില്ല, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ ആണെങ്കിൽ അവർ വാഷ് ചെയ്തിട്ട് ഫുള്ള് ഉണക്കാൻ പോകും കേട്ടോ. ഉണക്കിയതിന് ശേഷം ആണ് നമ്മുടെ ബോട്ടോക്സിൻ്റെ അവർ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ബോട്ടോക്സിൻ്റെ ക്രീം ഇവർ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് വാഷ് ചെയ്ത് കളയത്തില്ല കേട്ടോ. അതിനെ പിന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മുടെ ഇതുണ്ടല്ലോ സ്ട്രെയിറ്റൻ ചെയ്യുന്നില്ല, അത് വെച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ആ ക്രീം എത്രത്തോളം നമ്മുടെ മുടിയിൽ പിടിക്കാമോ അത്രയും നല്ല പിടിക്കും. അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയും. അപ്പോൾ ആ അയൺ ചെയ്യുന്ന സമയത്താണ് അത് പിടിക്കുന്നത്.
ഇപ്പം സംഭവം കൊല കെട്ടി വെക്കുമ്പോൾ എൻ്റെ തലയിൽ ക്രീമൊക്കെ ബോട്ടോക്സിൻ്റെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെച്ചിരുന്നതാണ്. ഇനി ഇത് അഴിക്കാൻ പോയി. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ മുടി ഓൾറെഡി ബോട്ടോക്സ് ചെയ്ത ക്രീം ഉണ്ടല്ലോ, ബോട്ടോക്സ് ക്രീം ഇട്ടതിന് ശേഷം ഞാൻ ഓൾറെഡി ഇത് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്രീം ഇട്ടതിന് ശേഷം അവർ ഫുള്ള് ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇവർ സ്ട്രെയിറ്റ് നമ്മുടെ അയൺ ചെയ്തെടുക്കും കേട്ടോ മുടിയെ. അപ്പോൾ എൻ്റെ മനസ്സിലെന്തോ ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയാം, ഈ നമ്മുടെ ബോട്ടോക്സിൻ്റെ ക്രീം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അവർ കഴുകും, എന്നിട്ട് അതിനകത്ത് ബാക്കിയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വിചാരം. എല്ലാ വിചാരം വേറെ കേട്ടോ. എനിക്കിതിന് വലിയ കാര്യം ഇതിനൊന്നും ഒരു പിടിയൊന്നുമില്ല. പിന്നെ 2 പേര് കൂടെ ചേർന്ന് എൻ്റെ തലയിൽ താജ്മഹൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളൊന്നും ഉണക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരാളെ കൂടെ വിളിച്ച് അങ്ങനെ ഫുള്ള് തല ഉണക്കിയെടുക്കും. ആ ക്രീം ബോട്ടോക്സിൻ്റെ ക്രീം എത്രയ്ക്ക് നമ്മുടെ മുടിയിൽ പറ്റുമോ അത്രയും ചെയ്യും. അതിനുശേഷമാണ് നമ്മുടെ അയണിങ് പരിപാടി ചെയ്യണത്. ഇപ്പോൾ ഉണക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മാമാട്ടിക്കുട്ടിയിലെ കൊച്ചുങ്ങളുടെ മുടി കെട്ടുന്ന പോലെ 4 വഴിക്കൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഓരോ സെക്ഷൻ എടുത്ത് അയൺ ചെയ്തെടുക്കും. വയസ്സാനാലും വളർത്തും തിറമയ്ക്കും. അപ്പോൾ ബോട്ടോക്സ് കഴിഞ്ഞ് അയണിങ്ങും കഴിയുമ്പോഴത്തേക്ക് ഹെയറിൻ്റെ കോല ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിചാരം എൻ്റെ വിചാരം ഇത് ഇങ്ങനെ തീർന്നതാണ്. അങ്ങനെ അല്ല കേട്ടോ. ഇത് അയൺ ചെയ്തതിന് ശേഷം ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ ആണെങ്കിൽ അവർ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വീണ്ടും ഉണക്കിയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയറിൻ്റെ രീതി തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമ്മുടെ ഹെയർ വീണ്ടും ഒരു വാഷ് ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ലെയർ കട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫേസിന് അതായിരിക്കും നല്ലതെന്നാണ് പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഒരേ ഒരു കാര്യമുള്ളായിരുന്നു, സൈഡിൽ കോം ചെയ്തിടാൻ പറ്റണം. എനിക്ക് അത്രേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ചെയ്തു തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫേസ് റൗണ്ട് ഫേസ് ആയതുകൊണ്ട് അതിന് ലെയറായിട്ട് ചെയ്തിട്ടാലാണ് ഫേസിന് ഭംഗി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഫുള്ളി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മുടെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അവരിങ്ങനെ ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ അവരെടുക്കുന്നുണ്ടോ, അവരുടെ പരസ്യത്തിന് വേണ്ടി. അപ്പോൾ അവരും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഹെയർ ഫുള്ള് കംപ്ലീറ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഓടുന്നത്, എൻ്റെ സൈഡ് ബാങ്ക് വന്നില്ലല്ലേ, ഇതാണ് എൻ്റെ മനസ്സിൽ. അതേപോലെ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതേപോലെ തല കുനിക്കുക, ഫുള്ളി നമ്മളൊന്ന് ചീപ്പി വലിയ പല്ലുള്ള ചീപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചീപ്പി ഇട്ടിട്ട് എഗെയിൻ അത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ എല്ലാം നല്ല സെറ്റായിട്ട് കിടക്കും. പിന്നെ ഈ സിൽക്കിനെസ്, ഈ ഒരു ഷൈൻനെസ്സും നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മാറും. അപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് എൻ്റയർലി മാറുമെന്നല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ അതിന് നമ്മളെന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു ഹെയർ സ്പാ ചെയ്താൽ അത് നന്നായിട്ട് കിടക്കുമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇതാണ് കേട്ടോ ലെയർ കട്ട്. അപ്പോൾ എനിക്ക് സംഭവം എനിക്ക് എൻ്റെ മുടി എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കങ്ങ് സന്തോഷമായിരുന്നു. ലൈക്ക് ഓക്കെ ഫൈൻ, സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുറേ നാളിന് ശേഷം എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം ചെയ്തു.
എനിക്ക് ചേട്ടായിയുടെ എക്സ്പ്രഷനാണ് കേട്ടോ സമാധാനമാണ്. ചേട്ടായിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കുറേ നാളത്തെ ആഗ്രഹങ്ങൾ നന്നായതിൻ്റെ ഭയങ്കര സന്തോഷം സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ സന്തോഷിച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മുടി വെട്ടിയാൽ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. ലൈക്ക് ഇതെന്തിനാ ഇങ്ങനെ മുടി വെട്ടിയത്, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. മുടി കുറഞ്ഞതിന് കുറ്റം, നീളമുള്ളത് കൊള്ളത്തില്ലെന്ന് പറയും. സോ ഡസൻറ്റ് മാറ്റർ. നമ്മുടെ മുടിയാണ്, നമ്മുടെ ആഗ്രഹമാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്, നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിവേ എനിക്കതെങ്കിൽ എൻ്റെ മുടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ കണ്ടാരെല്ലാവരും ഇഷ്ടപ്പെട്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടായിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് പുറത്ത് പോയി കഴിക്കാൻ പോയായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ടൈറ്റൻ്റെ അവിടെ നിന്ന് വാച്ച് മേടിച്ചിട്ട് അവിടെ നിന്ന് ഒരു മാച്ചിങ് ഒരു വാച്ച് കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായുടെ ബ്ലാക്ക് ചെയിനുള്ള വാച്ച് കുറച്ച് നാളായിട്ട് കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അത് മേടിക്കണമെന്ന് പുള്ളിക്കാരനുണ്ടായിരുന്നു. എന്നാൽ ഈ മാച്ചിങ് മേടിച്ച് കളയും, കപ്പിൾ വാച്ച് മേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഷോർട്സും വീഡിയോസൊക്കെ അവരും എടുത്തു, നമ്മളും എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് പ്രഹസനത്തിന് ശേഷം നമ്മൾ പിന്നെ ഇതിന് ഈ ബോട്ടോക്സ് ചെയ്തുകൊണ്ട് തന്നെ ബോട്ടോക്സിന് പറ്റിയിട്ടുള്ള ഷാമ്പൂ, അതേപോലെ ഒരു ഹെയർ മാസ്ക്, അതേപോലെ ഒരു ഹെയർ സ്പ്രേ, അങ്ങനെ 3 സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതും മേടിക്കണം അവിടുന്ന്. അപ്പോൾ അതും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അതൊക്കെ മേടിക്കണോ എന്നൊരു, അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനാണ് മൊത്തത്തിൽ പ്രോത്സാഹനം ഇങ്ങനത്തൊക്കെ ഉള്ള കാര്യങ്ങൾക്ക്. യൂഷ്വലി എല്ലാവർക്കും തിരിച്ചല്ലേ, ഇവിടെ ചേട്ടായിക്കാണ് എനിക്കിപ്പോൾ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് മേടിച്ച് തരാൻ ഭയങ്കര താല്പര്യമാണ് പുള്ളിക്കാരന്. അപ്പോൾ ഇതേപോലെ ഷോപ്പിംഗ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമുക്കിനി അടുത്തൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകുമ്പം നല്ല സ്റ്റൈലായിട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടെ ഒരു കാര്യത്തിന് വേണ്ടി കൂടെയാണിത്. പിന്നെ അതേപോലെ നമുക്കൊരു ട്രിപ്പ് പോകണം. അപ്പോൾ ഇത് രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഹെയർ സ്റ്റൈല്. പിന്നെ കല്യാണത്തിന് അങ്ങനെ സാരി ഉടുക്കുന്ന ടൈപ്പ് ഓഫ് കല്യാണം അല്ല കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ വട്ടിയൂർക്കാവിലുള്ള ചേച്ചിയുടെ ചേട്ടൻ്റെ മൂത്ത ചേച്ചിയുടെ മൂത്ത മോൻ്റെ കല്യാണം. അപ്പം ഒരു ഡിസ്റ്റൻസ് ബന്ധം വൈസ് ഡിസ്റ്റൻസ് ആണെങ്കിലും അടുപ്പം വൈസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടുത്തെ എന്തായാലും പ്രമി ചേച്ചിയുടെ മോൻ്റെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻഗേജ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോകണം. അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ അവരുടെ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഒരാൾ പോലത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് കേട്ടോ വട്ടിയൂർക്കാവിലെ എല്ലാവരും. അല്ലാതെ ചേച്ചിയുടെ അവിടുത്തെ ചേച്ചിയുടെ നാത്തൂനെയല്ലേ ഉള്ളൂ ഞാൻ, ബട്ട് അങ്ങനെയല്ല കേട്ടോ, അവിടുത്തെ കസിൻ പോലെയാണ് അവർക്ക്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തുള്ളൊരു ദുബായ് ചോക്ലേറ്റൊക്കെ കിട്ടുന്ന കടയിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ കുനാഫ ചോക്ലേറ്റ് കണ്ടു. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഫേക്കാണ്, ഇത് കൊള്ളത്തില്ല. ഈ കടയുടെ ഒന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇതേപോലെ 700-800 രൂപയ്ക്കൊക്കെ നിറയെ കിട്ടും. പക്ഷേ അത് അത്ര നല്ലതല്ലെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ചില്ല. ചേട്ടായി കാണിച്ച് ചേട്ടായി ബാ മേടിക്കാമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കാണിച്ചു പോലും കൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു സോഡ ഏതോ വെറൈറ്റി സാധനമെന്ന് പറഞ്ഞിട്ട് കുടിച്ച എക്സ്പ്രഷൻ ഇപ്പോൾ കണ്ടോണം കേട്ടോ. അത് ഭയങ്കര ഗ്യാസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര എരിയും പോലത്തെ ഫീൽ, കള്ളു പിടിച്ച ഫീൽ പോലെ. അതപ്പോൾ ചേട്ടായിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് പണ്ടേ ഈ കാർബണേറ്റഡ് സംഭവങ്ങളിൽ ഇഷ്ടമല്ല. എനിക്ക് ഗ്യാസിൻ്റെ ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ ആകെ ഫ്രൂട്ടി അങ്ങനെ കുടിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് കാറ്റഗറി ഓഫ് പീപ്പിൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ BBയിലോട്ട് വന്നപ്പോൾ ചേട്ടായിക്ക് എനിക്ക് കല്യാണത്തിന് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ചുരിദാർ മേടിച്ചു. പക്ഷേ സംഭവം BB എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് തന്നെ നല്ല കോസ്റ്റ്ലിയാണ് അവിടെ. അപ്പോൾ 6500 എന്തോ ആയിട്ട് ഈ ടോപ്പിന്, ഫുൾ സെറ്റ് ഓഫ് ചുരിദാറിന്. എന്നാലും വേണ്ടിയില്ല, നന്നായിട്ട് പോകണം എന്നാണ് ചേട്ടായുടെ ഒരു കോൺസെപ്റ്റ്. അപ്പം എന്നാലും ഈ ചുരിദാർ കണ്ടാൽ ചിലപ്പോൾ അറിയാത്തവർ പറയും ഇത് കോട്ടൺ ചുരിദാറല്ലേ, ഇതെന്തു ഇത്ര വലിയ, ഇതെങ്ങനെയാണെന്ന് കല്യാണത്തിന് വരുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ നല്ല ചുരിദാറാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ തൊട്ട് പട്ടിണി പോലായിരുന്നു. എന്നാലും വേണ്ടിയില്ല, മനസ്സ് തൃപ്തിയായതുകൊണ്ട് വയറ് നിറഞ്ഞ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് ഷവർമയും 2 ഫ്രൈഡ് ചിക്കനും കഴിച്ചു. ഇനി നമ്മൾ വീട്ടിലോട്ടാണ്. ആക്ച്വലി ഇപ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് വൈകിട്ടാണെങ്കിൽ തുടരെ സിനിമ കാണാൻ പോകണം കേട്ടോ, അമ്മയുടെയൊക്കെ കൂടെ. അപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ സെറ്റായി എല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ തന്നെ കാണിക്കുക. യൂഷ്വലി എനിക്ക് എന്നെ കാണിക്കുന്ന ഇഷ്ടമേ അല്ല. അപ്പോൾ ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ്. മുടി അങ്ങോട്ട് കുറച്ച് പോയപ്പോഴത്തേക്ക് ഒരു ഗുഡ് ഫീൽ ആക്ച്വലി. എന്താ മുടി നമ്മൾ എന്ത് ചെയ്തിട്ടാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഒരു കുളിരി, ഒരു സന്തോഷം. മമ്മി പറയാം എനിക്കൊക്കെ എന്തിൻ്റെ കേടാണ് മുടിയൊക്കെ വെട്ടിക്കളയുന്നതെന്ന്.
പിന്നെ മുടിയെ പറ്റി പറഞ്ഞത് എൻ്റെ അമ്മയാണ് കേട്ടോ. ചേട്ടായിയുടെ അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീ ചെയ്തോന്ന് എനിക്ക് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ ടൈപ്പ് ഓഫ് ആളാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്നാലും ഇതിനാണ് ഈ മുടികളെല്ലാം ഇങ്ങനെ വെട്ടിക്കളയുന്നത്, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. എന്നാലും അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ അയച്ചപ്പം പറഞ്ഞു ശരിയാ നിനക്ക് ഇത് നന്നായിരിക്കുന്നുണ്ട്, നന്നായി സെറ്റായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങ് ഇഷ്ടമായി. എന്തൊക്കെ പറഞ്ഞാലും ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ അതേപോലെ കല്യാണത്തിന് ചെന്നപ്പോഴത്തേക്ക് അമ്മു, രേഷ്മ, എൻ്റെ വട്ടിയൂർക്കാവ് ഗ്യാങ് പിള്ളേരുണ്ട് കേട്ടോ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അവർ പറഞ്ഞ അടിപൊളിയായിരിക്കണം. അപ്പോൾ നമ്മൾ സിനിമ ബുക്ക് ചെയ്തിരിക്കുന്നത് ലക്ഷ്മി തിയേറ്റർ കുഴിത്തറയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ തക്കലെ വീട്ടിൽ നിന്ന് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഞാൻ വെളിയിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോഴായിരിക്കും തിയേറ്ററിൽ പോകുന്നത്. യൂഷ്വലി കാരണം ഇവിടെ എങ്ങനെയായിരിക്കും തിയേറ്റർ എങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ഒരു ഡൗട്ടാണ്. നമ്മൾ ചെന്നൈയിലുള്ളപ്പോൾ PVR ഒക്കെ ബുക്ക് ചെയ്താൽ നമുക്ക് ഫാമിലിയായിട്ട് വരാമെന്നൊക്കെ ഒരു സമാധാനം. അപ്പോൾ ചേട്ടായിക്ക് അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ നന്നായിരിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റാണ്. അപ്പോൾ അമ്മയും ചേച്ചീനെ കൊണ്ട് നമ്മൾ വന്ന് തുടരെ സിനിമ കാണാൻ വേണ്ടി. പിന്നെ റിവ്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് കണ്ടോളാൻ വയ്യായിരുന്നു കേട്ടോ. ഈ കണ്ടോളാൻ വയ്യ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കണ്ടോളാൻ വയ്യ മീൻസ് എനിക്കങ്ങ് കാണണം എന്നാഗ്രഹം, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊല്ലംകാരങ്ങനെ പറയാറ്. അപ്പോൾ എല്ലാവരും പറയും കണ്ടോളാൻ വയ്യ മീൻസ് ഇറ്റ്സ് നെഗറ്റീവ് ഇല്ലേ, കാണണ്ട എന്നല്ലേ. അങ്ങനെയല്ല കേട്ടോ, കണ്ടോളാനങ്ങ് ആഗ്രഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിന് മുമ്പുള്ള സിനിമയൊക്കെ കണ്ട് ആൾക്കാർ ഇറങ്ങി. അപ്പോഴത്തേക്ക് ചേട്ടായി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മേളിൽ വന്നു. കാരണം ഒരു സിനിമ കണ്ട ആൾക്കാർ പുറത്ത് പോയതിന് ശേഷമേ നമ്മുടെ കാർ അകത്തോട്ട് അവർ എടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തിയേറ്റർ സൂപ്പർ തിയേറ്റർ, ഒരേ ഒരു സ്ക്രീനേ ഉള്ളൂ കേട്ടോ അവിടെ. അപ്പം വലിയ തിയേറ്ററാണ്, ഒരുപാട് സീറ്റുണ്ട്, സംഭവമൊക്കെ നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. നിറയെ ഫാമിലീസും എല്ലാവരും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തുടരുന്ന റിപ്പോർട്ട് അങ്ങോട്ട് കണ്ടിട്ട് അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരെയാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് കാണാനും കൊണ്ടുപോകാനും വരാനും ഒക്കെ പാടായിരിക്കും. അപ്പോൾ നമ്മുടെ സിനിമ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഇൻട്രോ ഒരു സോങ് തന്നെ അങ്ങ് ഭയങ്കര രസമായിരുന്നു കേട്ടോ, കേൾക്കാനും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ചായയും ചേട്ടായി ചായയാണ് കേട്ടോ മേടിച്ചത്. അമ്മയും ചേച്ചിയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. അങ്ങനെ സിനിമ കണ്ട് തീർന്നു, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ തുടരും സിനിമ കണ്ടു. എന്നിട്ട് 1 മണി ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തക്കല ഭാഗത്ത്, ഐ മീൻ ചേട്ടായുടെ സ്ഥലത്തിൽ ഒരു തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, ഫാമിലിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷനായിട്ട് നമ്മൾ ഇത്ര നാൾ പോവാൻ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 9:30യുടെ ഷോ ആണ് ബുക്ക് ചെയ്തത്. കുഴിത്തറയാണ് തിയേറ്റർ കേട്ടോ. അപ്പോൾ 9:30യുടെ ഷോ ആയിരുന്നു. തുടരും സിനിമ എനിക്ക് അതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ടങ്ങ് പൊക്കോളാൻ വയ്യായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നതുകൊണ്ട് ലേറ്റായിട്ടാണ് ഉണർന്നിരിക്കുന്നത്. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും തുടരും, സൂപ്പർ പടമാണ്. മോഹൻലാലിൻ്റെ ആക്ടിങ് എല്ലാം വേറെ ലെവലാണ്. എൻ്റയർലി ഒരു മോഹൻലാൽ പടമാണ്. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ഇത് മൊത്തത്തിൽ നമ്മുടെ ഒറ്റയാനായ മോഹൻലാലിൻ്റെ പടം. അതാണ് അത്. മൊത്തത്തിൽ തുടരും ഈസ് എ മോഹൻലാൽ മൂവി. പിന്നെ എന്താണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്താ ഫാമിലി മൂവി ആയിട്ടിരുന്നിട്ട് ഒരു സാഡ് എൻഡിങ്ങിൽ പോയി അവസാനിച്ചതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. നമ്മൾ ഈ ഹാപ്പി എൻഡിങ് പ്രതീക്ഷിച്ച് പോകുമ്പോഴേ മോഹൻലാലിൻ്റെ ഫാമിലിക്ക് അങ്ങനെ പറ്റിയല്ലോ, അവരുടെ ഫാമിലി ഇനി പഴയ പോലെ ആവത്തില്ലല്ലോ, അങ്ങനത്തെയൊക്കെ ഒരു വിഷമം വന്നു കേട്ടോ. അപ്പം എനിക്കൊരു ഹാപ്പി എൻഡിങ് പേഴ്സണാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കതൊക്കെ ഒരു വിഷമമായി പോയി. മനസ്സിനങ്ങ് ഭയങ്കര ഇപ്പം ഈ ഉണർന്നിട്ട് പോലും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ മൂവിയെ പറ്റിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു വിഷമമുണ്ട് എനിക്ക്. പിന്നെന്താ പറയുക, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം ചിന്തിക്കാനുള്ളൊരു കാര്യം, നമ്മൾ ഈ വാർത്തയിലൊക്കെ, ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ. ഈ വാർത്തയിലൊക്കെ നമ്മൾ കാണത്തില്ല ഇവരിവരെ കൊന്നു അവരിവരെ കൊന്നു എന്ന് പറഞ്ഞൊരു സ്റ്റോറിയൊക്കെ കേൾക്കുമ്പം നമ്മൾ വേറെ കൂടുതലൊന്നും ചിന്തിക്കത്തില്ല. പക്ഷേ ഈ മൂവി കണ്ടപ്പോഴത്തേക്ക് ഒരു പോലീസുകാർക്കൊക്കെ എങ്ങനെ ഒരു പുതിയ കഥ ഉണ്ടാക്കാം, ലൈക്ക് ഇവരിവരെ കൊന്നതാണ്, ഇതാണ് സ്റ്റോറി, ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് നമുക്ക് തന്നെ ചിന്തിച്ചു പോകും. അപ്പോൾ ഒറിജിനലി ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനത്തെ ഒരു തോട്ട് വരും കേട്ടോ. ഓ മൈ ഗോഡ്, ഒരു പന്ന തോട്ടാണ്. ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ പോലീസുകാർ അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ വിചാരിച്ചൊരു സ്റ്റോറി ഇറക്കി സ്വന്തം മോനെ കൊന്നത് അവരുടെ പേരൻസ് തന്നെ ആണെന്നുള്ള രീതിയിൽ ഒക്കെ വരുത്തുമോ? ഇങ്ങനത്തെയൊക്കെ ഒരു തിങ്കിങ് ഒക്കെ വന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റൊക്കെ മൈൻഡിൽ നിന്നേ പോകുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. തുടരും റിവ്യൂ ഒന്നും അല്ല കേട്ടോ, ഇതെൻ്റെ അഭിപ്രായം.
പിന്നെ ഓൾറെഡി മൂവി എല്ലാവരും കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. എനിവേ ഞാൻ ലേറ്റാണല്ലോ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഹോൾ ഡേയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ. അപ്പോൾ ഇതേപോലത്തെ വ്ളോഗായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ സപ്പോർട്ട് ചെയ്യുക, ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, സോ എൻ്റെ മുടിയൊക്കെ സെറ്റാണ്. ഇപ്പോൾ അത് കെട്ടി വെക്കാൻ ഒരു പർട്ടിക്കുലർ രീതിയിലേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ബൈ.